നിങ്ങൾ എല്ലാവരും പുറത്തു പോകും. വേഗം കമാൺ. എന്തു പറ്റി? രാജാറാം സാർ എവിടെ? ഫയർ അലാമാണ് മാഡം. ഓ മൈ ഗോഡ്. കം കം. രാജാറാം സാർ ആദ്യം സാറിനെ രക്ഷിക്കും. ഞാൻ സ്റ്റാഫിന്റെ കാര്യം നോക്കാം. ഓക്കെ ഓക്കെ. കം കം. സെക്യൂരിറ്റി സെർച്ച് എവരിവെയർ. ഓക്കെ മാഡം. ലിഫ്റ്റ് ഉപയോഗിക്കണ്ട. ലെറ്റ്സ് യൂസ് ദി സ്റ്റെയർസ്. മൂവ് മൂവ്. സാർ രാജാറാം എന്തൊരു ബഹളം? സാർ എവിടെ ഫയർ അലാം? സ്റ്റാഫെല്ലാം സേഫാണോ? എല്ലാവരും സേഫാണ് സാർ. വാ നമുക്ക് നോക്കാം. സാർ ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. നമുക്ക് ഫയർ എക്സിക്യൂട്ടീവ് പോവാം സാർ. മാഡം. ഹലോ ഗായ്സ്, എനിബഡി ദേർ? There's a fire alert. ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരൂ എത്രയും പെട്ടെന്ന്. ഹലോ ഗായ്സ്. ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചില്ലേ? സാന്ദ്ര വിളിച്ചു സാർ. ആര് പുറപ്പെട്ട് കാണും. ഹലോ സർ, I'll send the location sir. Please come immediately. Yes sir. Okay. എന്താ ഇപ്പൊ ഇങ്ങനെ വരാ? അറിയില്ല സാർ. സാൻഡ്ര സാർ അത് മാഡം മുകളിലുണ്ട്. വേറെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ നോക്കാൻ പോയതാ. നിങ്ങൾ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് ചെല്ലേ സാർ. Hello? Is anybody there? Hello? Is anybody there? Hello? Guys, anybody there? അപ്പൊ ഇതാണ് സംഭവം. കൊള്ളാം. എടി ശ്രീലക്ഷ്മി, നിന്റെ ഈ വിവരക്കേട് മതി. വന്നു കയറി ഇന്ന് തന്നെ നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ. ഈ സാമ്പ്രാണിത്തിരി ഞാനിനി വെക്കാൻ പോകുന്നത് നിന്നെ പൊതച്ച് കിടത്തിയിട്ട് തലക്കലായിട്ടാ. സോറി ഭഗവാനെ, ഒരല്പം അത്യാവശ്യമായി പോയതുകൊണ്ട് ഞാനിതന്നെ എടുക്കുവാണേ. വേറെ ഒന്നും തോന്നരുതേ. ഐ എം വെരി സോറി.
പിടിച്ചിരിക്കുന്നത് തീയല്ല, ദാ ഇതാണ്. ഓ മൈ ഗോഡ്, ഈ ചന്ദനത്തിരി ആരാ ഇവിടെ കത്തിച്ചു വെച്ചത്? ഇതുപോലത്തെ സ്റ്റുപ്പിഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അസാമാന്യ കഴിവുള്ള ആളാരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓഫീസ് ഡെസ്കിനെ അമ്പലമാക്കി മാറ്റിയിരിക്കുന്ന മഹത് വ്യക്തി മിസ് ശ്രീലക്ഷ്മിയാണ്. ഹേ യു, നീ ഒരൊറ്റ ആള് കാരണം ഈ ഓഫീസിലെ മുഴുവൻ പേരും ഭയന്ന് നാശമായി. ബുദ്ധിയുള്ള ആരെങ്കിലും ഓഫീസിനുള്ളിൽ തിരിയും ദീപമൊക്കെ കത്തിച്ചു വെക്കോ? ബ്ലഡി ഇഡിയറ്റ്. സോറി മാഡം, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ ഓക്കെ കൂൾ. ഫോർച്ചുനേറ്റ്ലി ആർക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവരിവൺ ബാക്ക് ടു വർക്ക്. അച്ഛൻ തരുന്ന ഏത് ദീപവും അണയ്ക്കുന്നതാണ് നല്ലത്. അണയ്ക്കും. ശ്രീലക്ഷ്മി, സാന്ദ്ര മാഡം പറഞ്ഞു സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ. Excuse me, sir. Come in. You stand there. കുഴപ്പമില്ല സർ. സർ, ഇവളൊരൊറ്റൊരാള് കാരണമാണ് ഇന്ന് നമ്മുടെ കമ്പനിയിൽ എല്ലാവരും പാനിക് ആയത്. നോട്ട് ജസ്റ്റ് എ ഫയർ അലേർട്ട്, 35 മിനിറ്റ്സ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡേ തന്നെ ഇവള് നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരെയും പുറത്തു ചാടിച്ചിരിക്കുക. സർ, നോട്ട് ഇവന് കോമൺ സെൻസ് ഇവൾക്ക് ഇല്ലാതെ പോയില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. സാൻഡ്ര, ശ്രീലക്ഷ്മി പുതിയതാണ്. അവൾക്ക് കോർപ്പറേറ്റ് എക്സ്പോഷർ ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല.
അത് അവളെ പഠിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഇറ്റ്സ് നോട്ട് ഹെർ മിസ്റ്റേക്ക്. ശ്രീലക്ഷ്മി കരച്ചിൽ നിർത്തും. ഇറ്റ്സ് എൻ ഓഫീസ്, നോട്ട് യുവർ ഹോം. ഇനി പറയൂ, എന്തിനാ ക്യാബിനിൽ ചന്ദനത്തിരി കത്തിച്ച്? ശ്രീലക്ഷ്മി പറഞ്ഞില്ലേ കരയരുതെന്ന്? പ്ലീസ്. ഓക്കെ, ഇനി പറയൂ. സർ, അന്ന് സാർ പറഞ്ഞില്ലേ എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്നത് നല്ലതാണെന്ന്. അച്ഛനും ഫോൺ ചെയ്ത് പറഞ്ഞു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിക്ക് തിരി കത്തിക്കാൻ. അച്ഛന്റെ വാക്ക് ധിക്കരിക്കണ്ടെന്ന് കരുതിയ സർ. സോറി സർ, ഐ എം വെരി സോറി. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. ഈ കരയുന്നത് ആദ്യം ഒന്ന് നിർത്തൂ. Are you okay now? Sandra. Sir? പിടിക്ക്. Are you okay? Okay, sir. Come here. നോക്ക് ശ്രീലക്ഷ്മി, ഇതൊരു കോർപ്പറേറ്റ് ഓഫീസാണ്. നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി എല്ലായിടത്തും ഫയർ അലേർട്ട് വെച്ചിട്ടുണ്ട്. എവിടെ പുകവന്ന് തീയുടെ പ്രസൻസ് വന്നാലും അപ്പ സൈറൻ മുഴങ്ങും. എനിവേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുതൽ കെയർഫുൾ ആയിരിക്കണം. മനസ്സിലായോ? സാൻഡ്ര, ശ്രീലക്ഷ്മിക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ മനസ്സിലായിക്കോളൂ. ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. കമാൺ. സർ, അപ്പൊ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ലല്ലേ സർ? നോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നടക്ക്. ഒരു മിനിറ്റ് സർ. It's okay. Keep it with you. ശരി. സാൻഡ്ര, സർ, അവക്ക് പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചു. സർ. സോറി സർ. Get back to your work. താങ്ക് യു സർ. കം. Excuse me, Sandra madam. Just a minute. Just wait here. എന്തായി സാന്ദ്ര മാഡം, ഈ കുട്ടിയെ ഡിസ്മിസ് ചെയ്തോ? ഏയ് നോ, ഇവളെ സാധാരണക്കാരി അല്ല രാജാനം സാർ. ഭയങ്കര തന്ത്രശാലിയാ, വെരി കണ്ണി. ഇവളെ വെറുതെ വിട്ടാ ഇവളെ തലേ കയറുമെന്നുള്ളത് ഉറപ്പാ. എന്തു പറ്റി മാഡം? എന്താ നടന്നത്? അതല്ലേ രസം. ഇവള് UKG കുട്ടികളെ പോലെ സാറിന്റെ മുമ്പിൽ നിന്ന് ഒറ്റ കരച്ചില്. അത് കണ്ട് നമ്മുടെ ബോസ് പള്ളിയിലച്ഛനെ പോലെ എക്സ്ക്യൂസും കൊടുത്തു. എല്ലാത്തിലും പെർഫെക്ഷൻ നോക്കുന്ന നമ്മുടെ ബോസ് ഇവളുടെ കാര്യത്തിൽ മാത്രം ഇത്രയും കൺസേൺ ആവുന്ന എന്താന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ സാറിന്റെ സിമ്പതിക്കായിട്ട് എഴഞ്ഞെഴഞ്ഞാ നടക്കുന്നത്.
എങ്ങനെയെങ്കിലും ഈ മാരണത്തെ തലേന്നൊന്ന് ഇറക്കി വിട്ടാ മതി എനിക്ക്. ഹലോ ക്ലവർ ഗേൾ, കം ഹിയർ. ഹലോ, നിന്നെ തന്നെ. യു കം. സ്റ്റോപ്പ്. നിന്റെ ക്യാറ്റ് വാക്ക് കണ്ടു നിൽക്കാനുള്ള സമയമില്ല എനിക്ക്. കം ഫാസ്റ്റ്. See that? എന്തൊരു വൃത്തികേടാ. Follow me. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താമസിയാതെ ഇവിടെ ചില ഡ്രാമകളൊക്കെ നടക്കും. താഴ്വയ്ക്ക്. ശരി മേഡം. വയ്ക്കോ. ഓ ശരി. ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് സ്യൂട്ടബിൾ ആണോ നോക്ക്. മാം, എന്താ വേദനിക്കുന്നു. വാട്ട്? ആർ യു സീരിയസ്? ഇതിന്റെ വില എത്രയാണെന്നറിയോ? 8,000 rupees. ഈ ചെരുപ്പ് നീ നിന്റെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഇതുപോലൊരെണ്ണം നീ കണ്ടിട്ടെങ്കിലും ഉണ്ടോ? പറ കേക്കട്ടെ. കണ്ടിട്ടുണ്ട് മാഡം, പക്ഷെ വാങ്ങിയിട്ടില്ല. വീടിനടുത്തുള്ള മുസ്തഫയുടെ കടയിൽ നിന്നാ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കുന്നത്. മുസ്തഫ, നീ നിന്റെ ജീവിതത്തില് 500 രൂപയ്ക്ക് മുകളിലുള്ള ചെരുപ്പ് കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. എനിവേ, ട്രൈ ദിസ് വൺ. വില മാത്രം നോക്കണ്ട, നീ ബോധം കെട്ട് വീണെന്നിരിക്കും. കം ഓൺ, ട്രൈ. മാഡം, ഞാൻ വീടിനടുത്തുള്ള കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചോളാം. ഇതൊന്നും എനിക്ക് ശരിയാവില്ല. തൽക്കാലം ഞാൻ എന്റെ പഴയ ചെരുപ്പ് അഡ്ജസ്റ്റ് ചെയ്തോളാം. നോ നോ അഡ്ജസ്റ്റ്മെന്റ് കൈൻഡ് ഓഫ് സ്റ്റാഫ് ഹിയർ. നീ എന്താ ഇവിടെ കോർപ്പറേറ്റ് ഓഫീസിൽ തീർത്ഥയാത്രയ്ക്ക് വന്നതാണോ പിച്ചക്കാരെ പോലെ നടക്കാൻ? ലുക്ക്, പറഞ്ഞത് ആവർത്തിക്കാം. ഇതൊരു കോർപ്പറേറ്റ് ഓഫീസാണ്. ഐ ആം യുവർ ഇമ്മീഡിയറ്റ് ബോസ് ഹിയർ. ഇവിടെ ഡീസൻസി, ഡിഗ്നിറ്റി, ക്ലാസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ജസ്റ്റ് ലിസൺ ടു മീ. ഇട്, ചെരുപ്പിടാൻ. വെയിറ്റ്. ദാ അതിട്ട് നോക്ക്. ഇത് മറ്റുള്ളതിനേക്കാൾ വില കുറഞ്ഞ ഐറ്റമാ. ജസ്റ്റ് 6,000 rupees. ഇത് ചിലപ്പോ സ്യൂട്ട് ആവും. ഓ മൈ ഗോഡ്, ഇതെല്ലാം നിന്റെ റേഞ്ചിന് ശരിയാവില്ല. ലീവ് ദാറ്റ്. നീ നേരത്തെ ഒരു പേര് പറഞ്ഞില്ലേ, മുസ്തഫ. അയാളുടെ കടയിലെ ചെരുപ്പേ നിനക്ക് യോജിക്കൂ. പക്ഷെ ഇന്നിപ്പോ മീറ്റിംഗോ മറ്റോ ഉണ്ടെങ്കിൽ കുടുങ്ങും. ഒരു കാര്യം ചെയ്യ്. ദാ ഇത് 3000 രൂപയാ. ഇതേ നിന്റെ സ്റ്റാൻഡേർഡിന് ചേരൂ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ലല്ലോ. നിന്റെ കുഴപ്പമല്ല, പാരമ്പര്യ. നടക്ക്, സ്റ്റാഫുകളെ പരിചയപ്പെടുത്താം.
മേ ഐ ഹാവ് യു അറ്റൻഷൻ പ്ലീസ്? എല്ലാവരും ഒന്ന് വരണം. ഒരാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. സർ, 1 മിനിറ്റ്. ഇത് മിസ് ശ്രീലക്ഷ്മി, നമ്മുടെ കമ്പനിയിൽ പുതുതായി ജോയിൻ ചെയ്ത ആളാണ്. വന്ന ദിവസം തന്നെ കമ്പനിക്ക് തീ കൊളുത്താൻ ശ്രമിച്ചതും ഇവര് തന്നെയാണ്. അത് ഞാൻ പറയണ്ടല്ലോ അല്ലേ?